പ്രിയമുള്ളവരെ, നമ്മളും പരസ്പരം പിണങ്ങുന്നവരാ. നമ്മുടെ മുന്നിൽ വന്ന് സലാം പറഞ്ഞാൽ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തവനാകട്ടെ, അവൻ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞാലും നമ്മളിൽ ചിലര് ക്ഷമിക്കാൻ തയ്യാറല്ല. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, ഒരു ഹദീസ് പഠിച്ചോ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ നമ്മളോടൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് തെറ്റേറ്റു പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു പോയി, നീ പൊരുത്തപ്പെട്. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുകയാ, അവൻ പൊരുത്തപ്പെടാൻ. അവൻ വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു. എന്നാ ചിലരെന്താ പറയാ, വാശി വിട്ടുകൊടുക്കൂല. ഇനി ആരെയൊക്കെ കൊണ്ടുവന്നാലും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല, പോടാ, ഇനി നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസ് നല്ലതുപോലെ ഓർക്ക്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരാള് നമ്മുടെ മല്ലം യുഖബ്ബൽ ഉർഫ്, അവിടെ നിന്ന് ഒരാള് വന്നിട്ട് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവൻ നമ്മുടെ മുന്നിൽ വന്നു മാപ്പ് പറഞ്ഞു. പ്രവാചകൻ പറയുന്നു, കാദിബൻ അല്ലെങ്കിൽ അവൻ കള്ളം പറയട്ടെ, അവൻ സത്യം പറയട്ടെ, എന്തും പറയട്ടെ, ഒരാൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അയാൾ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞു. അത് കള്ളമാകട്ടെ, സത്യമാകട്ടെ, എന്തുമാകട്ടെ, അവൻ മാപ്പ് പറഞ്ഞാൽ പൊരുത്തപ്പെടണം. അങ്ങനെ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ മരിച്ചാലും വിട്ടുകൊടുക്കൂല. മരിച്ചാ പോലും ഞാൻ പൊരുത്തപ്പെടില്ല. ഇനി ആരൊക്കെ അവന് വേണ്ടി എൻ്റെ അടുത്ത് എന്തു പറഞ്ഞാലും പോയി വാശി. എങ്കിൽ കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫലാ യരിദു അലാ ഹൗലി യൗമൽ ഖിയാമ. തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്ന് അവന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, മാപ്പ് പറഞ്ഞിട്ടും ക്ഷമിച്ചു കൊടുക്കാത്തവനെ, പൊരുത്തപ്പെട്ട് കൊടുക്കാത്തവനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നാളെ പരലോകത്ത് പടച്ചവന് അല്ലാഹുവേ, മുത്തുനബിയുടെ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന അതാ വെള്ളമുണ്ടല്ലോ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഖുർആൻ പറഞ്ഞു തന്ന ഹൗദുൽ കൗസർ അത് സ്വർഗ്ഗത്തിലല്ല സഹോദരാ. ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളം സ്വർഗ്ഗത്തിൽ കിട്ടുന്നതല്ല, അത് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് കുടിക്കാൻ കിട്ടുന്ന വെള്ളമാണ്. ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, റബ്ബിന്റെ ഭയാനകമായ മഹ്ശറയിൽ വെച്ച് മുത്തുനബി കോരിത്തരുന്ന ഹൗദുൽ കൗസർ എന്ന് പറയുന്ന വെള്ളമുണ്ടല്ലോ, അല്ലാഹു അത് കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രവാചകൻ അവിടെയാണല്ലോ നമ്മളെ കാത്തു നിൽക്കുന്നത്. എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പേടിച്ചു വിറച്ചുകൊണ്ട് ഒരു ജാണ മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസം, അല്ലാഹുവിന്റെ ചെമ്പിന്റെ തറയിൽ വിചാരണയ്ക്ക് നിൽക്കുന്ന സമയമുണ്ടല്ലോ, വല്ലാത്ത ചൂടിന്റെ അകത്ത് കിടന്ന് റബ്ബ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് എണ്ണി കണക്ക് പറയുന്ന പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ദിവസമുണ്ടല്ലോ. അന്ന് ജനങ്ങൾ മുഴുവൻ ദാഹിച്ചു വലയുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൗദുൽ കൗസറിലെ വെള്ളവും കോരി കയ്യിൽ പിടിച്ചിട്ട് മുത്തുനബി നോക്കി നിൽക്കുകയാണ്. അല്ലാഹുവേ, തന്റെ ദാസന്മാർക്ക് കൊടുക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, തെറ്റ് ചെയ്തിട്ട് തന്റെ മുന്നിൽ വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഒന്ന് പൊരുത്തം കൊടുക്കാൻ കഴിയാത്തവര്, ഒന്ന് താന്നു കൊടുക്കാൻ കഴിയാത്തവര്, ഈഗോ കാരണം, നിന്റെ ഈഗോ കാരണം ഒന്ന് പരിഗണന കൊടുക്കാത്തവര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ എന്റെ ഹൗദിന്റെ ചാരത്ത് നിനക്ക് സ്ഥാനമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് പോലും നിനക്ക് സ്ഥാനമുണ്ടാകില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടാ, ഒരുത്തൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് എൻ്റെ മുന്നിൽ വന്ന് ഞാൻ ചെയ്ത തെറ്റ് പൊരുത്തപ്പെട്ടത്, അവൻ കള്ളം പറയട്ടെ, സത്യം പറയട്ടെ, വന്ന് ചോദിച്ചാൽ പൊരുത്തപ്പെട്ടേക്കണം. ഇല്ല, ഞാൻ പൊരുത്തപ്പെടൂല, മരിച്ചാലും പൊരുത്തപ്പെടൂല, പള്ളിപ്പറമ്പിൽ പോയാലും പൊരുത്തപ്പെടൂല, പോടാന്ന് പറഞ്ഞ് കളിയാക്കിയാൽ നാളെ അള്ളാന്റെ
അള്ളാഹിൻ്റെ ഹൗദിൻ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസറിൻ്റെ ചാരത്ത് നമ്മൾ ആട്ടിക്കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഗുണമായിരുന്നു വിട്ടുവീഴ്ച ചെയ്യുക. കരുണവല്ലാതെ കാരുണ്യം, വിട്ടുവീഴ്ച ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വഹാബത്തിൻ്റെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഏതൊരു കാര്യങ്ങൾക്കും വേണ്ടി വല്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സഹാബി, മുത്തുനബിക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ, പാവപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കിടക്കുന്ന സ്വർഗ്ഗവാ ഞാനും നിങ്ങളും ചോദിക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേരാ സദഖ കൊടുക്കുക, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക. അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, ഒരിക്കലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. അവിടെ നിന്ന് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കരിമ്പടം പൊതച്ചുകൊണ്ടാ വന്നേ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു വന്നത് ഒരു കരിമ്പടവും പുതച്ചുകൊണ്ട്. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, എന്താ ജിബ്രീൽ ഇന്നിങ്ങനെ വരിക? കരിമ്പടവും പുതച്ചുകൊണ്ട് വരാൻ അവിടുത്തെ കാരണം എന്തേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുത്തുനബിയോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്തു, നബിയേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആ അബൂബക്കർ തങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ പോയിട്ട് ഒരു സദഖ ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ വീടിന്റെ മുന്നിൽ പോയി ഒരു സദഖ ചോദിച്ചപ്പോ ആകെ ഉള്ളത് പടച്ചവനെ ഇട്ടിരിക്കണ വസ്ത്രവും ഒരു ചെറിയ ഒരു പടയങ്കി പോലെ എന്തോ ഒരു സാധനം, ആകെ അതേ ഉള്ളൂ. ഇട്ടിരിക്കുന്ന വസ്ത്രവും വേറെ പുതയ്ക്കാനുള്ള ഒരു പുതപ്പ്, ഒരു പടയങ്കി, അങ്ങനെയുള്ള ഏതോ ഒരു സാധനം, ഒരു പഴക്കം ചെന്ന ഒരു തുണി, ഇത് രണ്ടുമേ ആകെ വീടിൻ്റെ അകത്തുള്ളൂ. അപ്പോഴാ വെളിയിൽ വന്നിട്ടൊരു മനുഷ്യൻ കൈനീട്ടുന്നേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന് വെറും കൈയോടുകൂടി മടക്കാൻ മനസ്സില്ലാത്തത് കാരണം ഇട്ടിരുന്ന വസ്ത്രം ഊരി കൊടുത്തിട്ട് ആ പടയങ്കി എടുത്ത് ധരിച്ചു. ഇട്ടിരുന്ന വസ്ത്രം നമ്മൾ ഇട്ടിരുന്ന ഒന്നും ഊരണ്ട, അരമാരിക്കകത്തുനിന്ന് 10 രൂപ എടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരു പാവപ്പെട്ട, വേണ്ടടോ, വെള്ളിയാഴ്ച പള്ളിയിൽ ബക്കറ്റ് പിരിവുണ്ട്. ബക്കറ്റ് പിരിവ് നടത്തുമ്പോൾ ഒരൊറ്റ കൈയിടല, എന്നിട്ട് ഈ ട്രാൻസ്പോർട്ട് ബസ്സിലെ കിളി ഇങ്ങനെ ബാഗ് കുലുക്കണ പോലെ ഒരു കുലുക്ക ചില്ലറ അടിയെന്നെടുക്കാൻ. നമ്മളങ്ങനത്തെ ടീമാണ്. ആണല്ലോ, അയാൾ ഇങ്ങനെ ഉണ്ടല്ലോ, ബാഗം കുടിച്ചിട്ട് കുലുക്ക, ഇങ്ങനെ അടിയിൽ വല്ല ചില്ലറയുണ്ടോ. ഇതുപോലെ 100 1000 1000 ഇല്ലല്ലോ പറഞ്ഞവനെ, 2000 ആണല്ലോ, അത് നിരോധിച്ചില്ലേപ്പാ, ഇല്ലേ? 2000 നോട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായി. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. പോയി, ഇതാണ് അവസ്ഥ. ഇങ്ങനെ പോക്കറ്റിട്ട് ഇങ്ങനെ കുലുക്കി നോക്കും. ചില്ലറ വല്ലതും ഉണ്ടെങ്കിൽ അത് സൗണ്ട് കേൾക്കാം. ചില മഹാന്മാര് പിന്നെ സൗണ്ട് കേൾക്കാതിരിക്കാൻ ബക്കറ്റിൽ അതോട്ട് കൈയിടും. എന്നിട്ട് ചിലര് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്നറിയോ, ഇങ്ങനെ പൈസ എടുത്ത് അതിനകത്തിട്ടിട്ട് അതിനകത്തുനിന്ന് ചില്ലറ എടുക്കാം. 500 നോട്ടായിരിക്കും ഇടുന്നത്, അതാ ചില്ലറ എടുക്കണേ. വാഹു ആലം. എവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ 50 രൂപ ഇട്ടിട്ട് 40 തിരിച്ചു തരാൻ. എന്റെ കണ്ണ് കണ്ട ഒരാള് ബക്കറ്റ് കൊണ്ട് 40 ഇങ്ങ് തിരിച്ചു തരാൻ. എടാ പഹയ 50 രൂപ ഇട്ട് കൊടുത്തൂടെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രം ഊരി അവന് കൊടുത്തു, പുറത്തിക്കണ പാവപ്പെട്ടവന്. എന്നിട്ടിങ്ങനെ തീ കീറിപ്പറിഞ്ഞ തുണിയും പുതച്ച് വീട്ടിലിരിക്ക. അള്ളാഹുവെ, ഈ രംഗം കണ്ടിട്ട് മലക്കുകൾ പോലും കരഞ്ഞുപോയി. ഈ രംഗം കണ്ടിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ പോലും കരഞ്ഞുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നപ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും കീറിപ്പറഞ്ഞ ഒരു വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എത്ര പറഞ്ഞാലും മഹാന്റെ ജീവിതം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരാകെ നമുക്ക് 1 മണിക്കൂറാവുള്ളേ. ഈ 1 മണിക്കൂറിനുള്ള നമ്മൾ പുതക്കല്ലേ പറ്റൂ. നമ്മുടെ സമയം വളരെ കുറവാണല്ലോ. ആ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതുള്ളത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കണം.
ചുമ്മാതൊക്കെ ഇരിക്കുന്ന സമയത്ത് സ്വഹാബികൾ ആ മഹാന്റെ ഗുണങ്ങൾ എന്തായിരുന്നു ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തേക്ക് പലതും നമുക്ക് പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വലിയ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രങ്ങൾ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഹിജറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് എത്ര കൊച്ചു കുട്ടികളൊക്കെ നബിദിനം കടന്നു വരുമ്പോൾ പ്രസംഗിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിജറ പോകുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറഞ്ഞു, നബിയെ ഗുഹയ്ക്കകത്ത് കയറാൻ വരട്ടെ, അവിടെ നിക്ക്. ആദ്യം ഗുഹയ്ക്കകത്ത് പോയിട്ട് ഗുഹയൊക്കെ നോക്കാം. എല്ലാം ഇങ്ങനെ പരിശോധിച്ചു. എന്നിട്ട് പടച്ചവനെ പൊത്തുകളെല്ലാം ഇങ്ങനെ അടയ്ക്കുകയാ. അവസാനം ഒരു പൊത്ത് ബാക്കി വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടയ്ക്കാനൊന്നുമില്ലാതെ കന്റെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് അടച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ മടിയിൽ കിടത്തിയ സഹാബി തന്റെ മടിയിൽ തന്റെ കാലിലേക്ക് പാമ്പ് കൊത്തിയപ്പോഴും വേദന സഹിക്കാൻ കഴിയാതെ പാമ്പിന്റെ കടി, ആ പാമ്പിനെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ആ പാമ്പിനും പറയാൻ ഒരു വലിയ ചരിത്രമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ എങ്ങാണ്ട് ഉണ്ടായിരുന്ന പാമ്പ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പാമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അള്ളാഹുവിനോട് ആയുസ് നീട്ടിത്തരാൻ വേണ്ടി ദുആ ചെയ്തിട്ട് വന്നതാ. ഈ ഗുഹയ്ക്കകത്ത് പ്രവാചകൻ വന്നിരിക്കുമെന്നുള്ളൊരു അറിവ് കിട്ടിയിട്ട് കൊല്ലങ്ങളായിട്ട് മുത്തുനബി വരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. അങ്ങനെയുള്ള പാമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂമിനകത്തേക്ക് കയറി വന്നപ്പോ, ആ ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നപ്പോ കാത്തു വർഷങ്ങളായിരുന്നിട്ട് അവസാനം മുത്തുനബിയെ കാണാൻ അവസരം കിട്ടിയപ്പോഴാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ കാലിന്റെ വിരൽ വെച്ച് അടച്ചു വെച്ചിരിക്കണേ, പിന്നെ കൊത്താതിരിക്കോ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുട്ടികൾ ഒരു പാട്ട് പാടുന്നത് പോലെ അതിനെക്കുറിച്ചൊരു പാട്ട് തന്നെയുണ്ട്. ആ പാട്ടിങ്ങനെ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം. ആ പാമ്പ് കുത്തുമ്പോഴും വേദന സഹിക്കാൻ കഴിയാതെ അബൂബക്കർ തങ്ങൾ മുത്തുനബിയെ വിളിച്ചില്ല. കാരണം എന്തെന്നറിയോ? അള്ളാന്റെ റസൂൽ ഉറങ്ങല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങല്ലേ. ഉറങ്ങുന്ന നബി എങ്ങനെ ഉണർത്തും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര്, വേദന സഹിക്കാൻ കഴിയാതെ കണ്ണുനീര് താഴെ വീണപ്പോഴാ മുത്തുനബി പോലും ഉണർന്നെന്ന് പറയുമ്പോ അതായിരുന്നു പ്രവാചകനോട് വല്ലാത്ത മഹബത്തായിരുന്നു. ഹിജറയ്ക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പോകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് പറഞ്ഞു, നടക്കണ്ട നബിയേ, നടന്നു കഴിഞ്ഞാൽ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കൾ വരും. എൻ്റെ ചുമലിൽ കേറി നബിയേ, എൻ്റെ ചുമലിൽ കേറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ തന്റെ ചുമലിലേക്ക് കയറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ സാധാരണ നടക്കുന്നത് പോലെയല്ല. ഒരു കാലം അങ്ങോട്ട് വെക്കും, മറുകാല് തിരിച്ചു വെക്കും. ഇങ്ങനെ പ്രവാചകനെ ചുമലിൽ കയറ്റിയിട്ടാണ് അബൂബക്കർ തങ്ങൾ കൊണ്ടുപോയതെന്ന് ചരിത്രം പറയുമ്പോ അവര് രണ്ടുപേരും വല്ലാത്ത ഒരു ബന്ധമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ വഫാത്തുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വഫാത്തായത് 63-ാമത്തെ വയസ്സിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ്. പ്രവാചകനും വഫാത്തായത് പനി പിടിച്ചിട്ടായിരുന്നു. പക്ഷേ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങളും പനി പിടിച്ചിട്ടാ മരണപ്പെട്ടത് 63-ാമത്തെ വയസ്സിലാ. അല്ലാഹുവിന്റെ പ്രവാചകന് 63-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും 63-ാമത്തെ വയസ്സിൽ പനി പിടിച്ചിട്ടാ. എൻ്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ, അവിടുന്ന് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. മരണത്തിന്റെ അവസാനത്തെ സമയമാണ്. മരണത്തിന്റെ അവസാന സമയമാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ മുഖം ഇങ്ങനെ മറച്ചിട്ടിരിക്കുകയാ. മരിക്കുന്നതിന് മുമ്പേ തുണി കൊണ്ട് മുഖം ഇങ്ങനെ മറച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്തേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ മഹദി ആയിഷ
അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പാടെ ചാരത്തേക്ക് കടന്നു വരുമ്പോൾ അതാ മുഖത്ത് തുണിയിട്ടുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കിടക്കുന്ന വാപ്പയെ കാണുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പിതാവിന്റെ ചാരത്ത് പോയി ഇരുന്നിട്ടൊരു പാട്ട് പാടുകയാ, ഒരു കവിത ചൊല്ലിക്കൊടുക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പിതാവ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ആയിഷ എന്ന പ്രിയപ്പെട്ട പൊന്നാര മകളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്. അന്ന് ആയിഷ ബീവിക്ക് 20 വയസ്സുണ്ട്. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെടുമ്പോൾ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് മരണപ്പെടുമ്പോ ആയിഷ ബീവിക്ക് 20 വയസ്സ്. 20 വയസ്സുള്ള പൊന്നമോള് തന്റെ പിതാവിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് അവിടെ നിന്നൊരു പാട്ട് പാടുകയാണ്, ഒരു കവിത ചൊല്ലുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാ, നിങ്ങൾക്ക് പകരം വെക്കാൻ ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. ഒരു മകൾക്ക് വാപ്പ വാപ്പയാണ്, ആ വാപ്പയ്ക്ക് പോയല്ലോ, പകരം പറയാ പിന്നെ ആരുമില്ലല്ലോ. ആയിഷ ബീവി വല്ലാത്ത വിഷമത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്തിരുന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, മരിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുഖത്ത് മുടിയിട്ടിരിക്കുകയാണ്, മുഖത്ത് തുണി ഇങ്ങനെ മൂടിയിട്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുകയാണ്. തന്റെ പൊന്നാര മകളെ ചാരത്ത് വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് അവിടെ നിന്ന് പറഞ്ഞു, മോളെ അങ്ങനെയല്ല, മോളെ അങ്ങനെയല്ല, സക്റത്തുൽ മൗത്ത്. തന്റെ പൊന്നാര മകളോട് ഖുർആനിൽ ആയത്ത് ഓതി കൊടുക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ് മാ കുന്തു മിൻഹു തഹീദ്. എവിടെ ഓടിയാൽ, ഈ ലോകത്തിന്റെ ഏത് മൂലയിലേക്ക് നീ ഓടി രക്ഷപ്പെട്ടാൽ മരണം അവസാനം നിന്നെ തേടി വരുമെന്ന ഖുർആനായത്ത് അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ പൊന്നാര മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്തിരുന്നിട്ട് പറഞ്ഞു, വാപ്പാ, അല്ലാഹുവേ, നിങ്ങളുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടായിരുന്നല്ലോ. മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്താ മഴ കിട്ടുമായിരുന്നല്ലോ. വാപ്പാ, നിങ്ങൾ യതീമീങ്ങളെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നല്ലോ, വിധവകളെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നല്ലോ. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന വാപ്പയുടെ ചാരത്തിരുന്നിട്ടൊരു മകള് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ യതീമിനെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അങ്ങനെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരു ചരിത്രം അറിയുമല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ ദിവസം നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ ഒരു യതീമായ കുട്ടി ഇരുന്ന് കരഞ്ഞ കഥയറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പുതിയ വസ്ത്രമില്ലല്ലോ, എന്നെ കുളിപ്പിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് ഭക്ഷണം മാറിത്തരാൻ ആരുമില്ലല്ലോ. പെരുന്നാളിന്റെ ദിവസം മരുഭൂമിയുടെ ഒരു സൈഡിൽ ഇരുന്ന് കരയുന്ന ഒരു പൊന്നുമോന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കാണുമ്പോൾ ആ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഇവനെ കുളിപ്പിച്ച് നല്ലതുപോലെ ഭക്ഷണം കൊടുത്ത് നല്ല വസ്ത്രം ധരിപ്പിക്ക്, ഞാനുണ്ടടാ മോനെ, നിന്റെ വാപ്പയായിട്ട് ഞാനുണ്ട് എന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ആ പൊന്നുമോനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പൊന്നുമോനെ 2 വർഷമാണ് നോക്കിയത്. 2 വർഷം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. 2 കൊല്ലം കഴിഞ്ഞപ്പോ പ്രവാചകന് വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഈ പൊന്നുമോന് മരുഭൂമിയിൽ നിന്നിട്ട് പൊട്ടിക്കരയുകയാ. ആ പൊന്നുമകൻ മരുഭൂമിയിൽ നിന്ന് പൊട്ടിക്കരയുകയാ. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, മോനെ, നീ എന്തിനാ കരയുന്നത്? എന്റെ വാപ്പ മരണപ്പെട്ടു, മുത്തുനബിയാണ് എന്നെ നോക്കിയിരുന്നത്. ആ പ്രവാചകനും
പോയല്ലോ, ഇനി എനിക്കാരാണുള്ളത്, ഇനി എനിക്കാരാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ വഫാത്തിന് ശേഷം മരുഭൂമിയിൽ നിന്ന് മണ്ണ് വാരിയിട്ടുകൊണ്ട് നിലവിളിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പൊന്നുമകന്റെ കൈവിൽ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാനുണ്ടടാ, ഈ അബൂബക്കറുണ്ട്, നീ ഞാൻ മരിക്കുന്ന കാലം വരെ നോക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് യതീമീങ്ങളെ വല്ലാതെ സ്നേഹിച്ച സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ പൊന്നാര മകള് വന്നിട്ട് വാപ്പയുടെ മനസ്സിൽ സമാധാനം ഉണ്ടാക്കാൻ, വാപ്പാ നിങ്ങൾ മുത്തുനബിയുടെ കൂട്ടുകാരനാണ്, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമായിരുന്നല്ലോ, നിങ്ങൾ യതീമീങ്ങളെ സ്നേഹിക്കുമല്ലോ, നിങ്ങൾ വിധവകളെ സ്നേഹിക്കുന്ന ആളായിരുന്നല്ലോ. അവിടെ നിന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, മോളെ ആയിഷ, അങ്ങനെ പറയല്ലേ ആയിഷ, യതീമീങ്ങളെ വിധവകളെ പോറ്റിയത് ഞാനായിരുന്നില്ല ആയിഷ, അങ്ങനെ പറയല്ലേ. ദാക റസൂലുള്ളാഹ്, യതീമീങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് മുത്തുനബിയാ, യതീമീങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് മുത്തുനബിയാ, വിധവകളെ സഹായിച്ചിരുന്നത് മുത്തുനബിയാ. എന്റെ പേര് പറയല്ലേ, എന്റെ പേര് പറയല്ലേ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകളായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടെന്ന് പറഞ്ഞു, ആയിഷ, ഈ കിടക്കുന്ന വസ്ത്രം എടുത്തു കൊണ്ടുപോയി കഴുകു പൊന്നുമോളെ. അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മരണത്തിന്റെ തൊട്ട് മുമ്പ് പറയുകയാ, ഈ ഇരിക്കുന്ന വസ്ത്രം കൊണ്ടുപോയി കഴുകുമോള്, ഈ ഇരിക്കുന്ന വസ്ത്രം കൊണ്ടുപോയി കഴുകുമോള്, ഇത് ഉണക്കിയിട്ട് ഈ വസ്ത്രം കഴുകി ഉണക്കു പൊന്നുമോളെ, ഇതിനകത്ത് വേണം എന്റെ മയ്യത്ത് പൊതിയാൻ, ഇതിനകത്ത് വേണം, ഈ കീറി പറഞ്ഞ വസ്ത്രത്തിൽ വേണം എന്റെ മയ്യത്ത് പൊതിയാൻ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, വാപ്പാ, പുതിയ തുണിയിലല്ലേ കഫം പൊതിയേണ്ടത്, ഒരു നല്ല വസ്ത്രത്തിലല്ലേ കഫം പൊതിയേണ്ടത്. ആ സമയത്ത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് തന്റെ പൊന്നാര മകളോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫഇന്ന ഹയ്യൻ ഇലാ ജദീദ് അഹ്വജു മിൻ മയ്യിത്. മോളെ, ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പുതിയ വസ്ത്രം, ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പുതിയ വസ്ത്രം, മരിച്ചവനെന്തിനാ പൊന്നുമോളെ പുതിയ വസ്ത്രം, മരണപ്പെട്ടവനെന്തിനാ പുതിയ ജോഡി വസ്ത്രമെന്തിനാ? ഈ കീറി പറഞ്ഞത് കൊണ്ട് എന്റെ കഫം പൊതിഞ്ഞാ മതി, ഈ പഴയ വസ്ത്രം കൊണ്ട് എന്റെ കഫം പൊതിഞ്ഞാ മതി. പടച്ചവരെ തന്റെ പൊന്നുമകളോട് വസിയ്യത്ത് ചെയ്യുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവസാനം തന്റെ പൊന്നുമകളോട് യാത്ര പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് സംസാരിക്കുകയാ. പടച്ചവനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ട് അവിടെ നിന്നറിഞ്ഞു സഹാബത്ത് മുഴുവനും ഓടി വരികയാണ്. അബൂബക്കർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്. വഫാത്തിന്റെ അവസാന സമയമാണ്. സ്വഹാബികൾ മുഴുവനും ചോദിക്കുന്നു, തങ്ങളെ ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരട്ടെ തങ്ങളെ. മരണത്തോട് മല്ലടിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് സഹാബത്ത് ചോദിച്ച്, ഞങ്ങൾ പോയിട്ടൊരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരട്ടെ. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, സഹാബാ, എന്റെ ഡോക്ടർ വന്ന് എന്നെ ചികിത്സിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഡോക്ടറെ കൊണ്ടുവരണ്ട, നിങ്ങളൊരു വൈദ്യനെയും കൊണ്ടുവരണ്ട, നോക്കണ്ടവൻ വന്ന് നോക്കിക്കഴിഞ്ഞു, എന്നെ നോക്കണ്ട ആള് വന്ന് നോക്കിക്കഴിഞ്ഞു. അല്ലാഹുവേ, അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്നു, അബൂബക്കർ തങ്ങളെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരുവോ? ഈ അവസാന സമയം, ലോകത്ത് നിന്ന് യാത്ര പറയുന്ന അവസാന സമയം, എന്തെങ്കിലും ഒരു ഉപദേശം ഞങ്ങൾക്ക് തരുമോ? ആ സമയത്ത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ട് ഉപദേശവാ കൊടുത്തത്. ഈ സദസ്സിലിരിക്കുന്നവര് ലോകത്ത് കടന്നു വരുന്ന അവസാന മനുഷ്യനും പഠിക്കാൻ കഴിയുന്ന രണ്ട് ഉപദേശവാ. ആ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവിടുന്ന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുവോ സഹാബാ? അല്ലാഹു ദുനിയാവ് വിശാലമാക്കി തരും, അല്ലാഹു ദുനിയാവ് വിശാലമാക്കി തരും, പണവും സമ്പാദ്യവുമെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് തരും. പക്ഷേ നിങ്ങളതിൽ കുറച്ചു മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവിടെന്ന് പറയുകയാ, നിങ്ങൾ കുറച്ച് സ്വീകരിക്കാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, മുഫസ്സിരീങ്ങൾ പറയുകയാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം സഹോദരാ. സർവ്വതും വാരിക്കൂട്ടാനുള്ള മോഹമല്ല, സർവ്വതും വാരിക്കൂട്ടാനുള്ള മോഹമല്ല. പടച്ചവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കു സഹോദരാ. എന്നിട്ട് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ടാമത് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? മറന്നു പോകരുത്, മറന്നു പോകരുത്. ഈ 10 മണി സമയത്ത് ഇവിടെ വന്നിരിക്കുന്നവരോട് പറയുകയാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മരണത്തിന്റെ അവസാന സമയത്ത് സ്വഹാബത്തിന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബാ, സുബഹി നമസ്കാരം കളയാക്കല്ലേ. അബൂബക്കർ തങ്ങൾ മരിക്കുന്ന അവസാന സമയം മുത്തുനബിയും അത് തന്നെയല്ലേ പറഞ്ഞത്? തന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിച്ച് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോ മുത്തുനബിയുടെ ചുണ്ടുകൾ ചലിക്കുകയാ. എന്തേ പറഞ്ഞത്? എന്തേ പറഞ്ഞത്? ഉമ്മത്തി അസ്സലാ, നമസ്കാരത്തിന്റെ കാര്യമാണ് മുത്തുനബി ഓർമ്മപ്പെടുത്തിയത്. അബൂബക്കർ തങ്ങൾ പനി പിടിച്ചിട്ട് 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറയുന്ന അവസാന സമയത്ത് സുബ്ഹാനല്ലാഹ്, മഹാനവറുകളും അവിടെ നിന്ന് പറഞ്ഞു തന്നത്, നിങ്ങൾ സുബഹി നമസ്കാരം ഉപേക്ഷിക്കല്ലേ, സുബഹി നമസ്കാരം ഉപേക്ഷിക്കല്ലേ. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പോയല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, മൻ സല്ല സുബ്ഹ ഫീ ദിമ്മത്തില്ലാഹ്, പടച്ചവനെ, സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാ പിന്നെ യാതൊരു പേടിയും വേണ്ട. സുബഹി കിട്ടിയവൻ രക്ഷപ്പെട്ടു, സുബഹി നമസ്കരിച്ചവൻ രക്ഷപ്പെട്ടു. കാരണം ഫീ ദിമ്മത്തില്ലാഹ്, അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കും. സഹാബാ, മുത്തുനബിയല്ലേ പറഞ്ഞത്? സുബഹി നമസ്കരിച്ചവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരു ദിവസം സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ അവൻ യാതൊന്നിനെയും ഭയപ്പെടണ്ട. അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, സുബഹി നമസ്കരിച്ചവനെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ, സുബഹി നമസ്കരിച്ചവനെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ. കാരണം സുബഹി നമസ്കരിച്ചവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തവന് വേദനിപ്പിച്ചാൽ നാളെ മുഖം കുത്തിയവനായ രീതിയിൽ അല്ലാഹു നിന്നെ നരകത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ, ആ എടുത്ത മനുഷ്യരെ പിന്നെ വേദനിപ്പിച്ചാൽ, അവനെ പരിഹസിച്ചാൽ, അവനെ വേദനിപ്പിച്ചാൽ അവനെ അല്ലാഹു നാളെ മുഖം കുത്തിയ രീതിയിൽ നരകത്തിലെത്തിക്കുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത രണ്ട് ഉപദേശത്തിൽ ഒരു ഉപദേശം നമസ്കാരത്തെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് മരണത്തോടടുക്കുമ്പോ എല്ലാവരോടും പറഞ്ഞു, സ്വഹാബാ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ച് നല്ലതുപോലെ പൊതിഞ്ഞിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ ചാരത്ത് കൊണ്ടുപോകണേ, മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്ത് കൊണ്ടുപോയി വിൽക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇമാം റാസി തങ്ങളാ പറയുന്നത്, ഇമാം റാസി തങ്ങളാ പറയുന്നത്, അല്ലാഹുവേ, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, എല്ലാം മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖബറിന്റെ ചാരത്ത് നിങ്ങളൊരു കുഴിയെടുക്കണം. എന്നെ ഖബറടക്കുന്നതിന് വേണ്ടി, ഒരു കഥ കുഴിച്ചിടുന്നതിന് വേണ്ടി നിങ്ങളൊരു ഖബറെടുക്കണം. എന്നിട്ട് എന്റെ മയ്യത്ത് മുത്തുനബിയുടെ റൗള ശരീഫിന്റെ ചാരത്ത് കൊണ്ടുപോയി വിൽക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് എന്റെ മയ്യത്ത് കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണം, നബിയേ, ഇവിടെ ഖബറടക്കിയോട്ടെ, അബൂബക്കറിനെ ഇവിടെ ഖബറടക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയുടെ മുന്നിൽ പോയി നിന്ന് ചോദിക്കണം. മറുപടി വന്നാൽ എന്നെ അവിടെ ഖബറടക്കണേ സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അനുവാദം തന്നാൽ നിങ്ങൾ അവിടെ ഖബറടക്കണേ, ഇല്ലെങ്കിൽ ജന്നത്തുൽ ബഖീൽ കൊണ്ട് എന്നെ ഖബറടക്കണേ സഹാബാ. മഹാനവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടെ വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാ, എല്ലാവരെയും കൊതിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ചിരിക്കുന്ന മുഖത്തോടെ കാണുന്നവർ മുഴുവനും അവിടെ അത്ഭുതപ്പെടുന്ന രീതിയിൽ അല്ലാ, മരണമെന്ന് പറഞ്ഞാൽ അതാ സഹോദരാ, മരണമെന്ന് പറഞ്ഞാൽ അന്തല്ലദീ വലദതു ഉമ്മുക ബഖിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഈമാനുള്ളവരെ കാണണോ സഹോദരാ, ഈമാനുള്ളവരെ കാണണോ സഹോദരാ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ മരണം കാണണോ? എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കിയാ മതി. അല്ലാഹുവേ, ചുണ്ടില് പുഞ്ചിരി കണ്ടാൽ, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്ക്, അവന്റെ ചുണ്ടിലെങ്ങാണം ഒരു പുഞ്ചിരി കണ്ടാൽ അവൻ ഈമാനുള്ള മരണമാ, അത് ഈമാനുള്ള മരണമാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറഞ്ഞതല്ലല്ലോ, ഒരുപാട് പേരുടെ മരണം കണ്ടവരാണ്, ഒരുപാട് മഹാന്മാര്, ഒരുപാട് മഹത്തുക്കളുടെ മരണം കണ്ടവരല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത് മരണപ്പെട്ടു പോയ ബഹുമാനായ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മരിക്കുന്നതിന്റെ അന്ന് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ സ്ഥാപനത്തിന്റെ അവസാനത്തെ കടവും വീട്ടിയിട്ടല്ലേ പോയത്. എന്തൊരു ചിരിയാ സഹോദരാ. അല്ലാഹു വലിയ ഒരു രോഗം കൊടുത്ത് മുഖമെല്ലാം വല്ലാത്തൊരവസ്ഥയിലായിട്ട് പോലും ആ മഹാനായ ഗുരുനാഥന്റെ ജനാസ കണ്ടവർ കൊതിച്ചു പോയില്ലേ? എന്തിനെന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ അടുത്തല്ലേ ഈസ ഉസ്താദ്, മൂസ ഉസ്താദ്, ഇവരൊക്കെ കടന്ന കാഴ്ചകൾ കണ്ടില്ലേ? ഓരോ മനുഷ്യനും മരിച്ചു കിടക്കുന്ന ഫോട്ടോ കാണുമ്പോ വാട്സപ്പിലൂടെയൊക്കെ പലരും ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യുമ്പോ ആ മുഖത്തെ പുഞ്ചിരി കാണുമ്പോ, ഫലസ്തീനിന്റെ മണ്ണിൽ മരിച്ചു കിടക്കുന്ന ചില ചെറുപ്പക്കാരുടെ, ഷഹീദികളെ, ശുഹദാക്കളുടെ ചിത്രങ്ങൾ കാണുമ്പോ കൊതി തോന്നാറില്ലേ? അവൻ മരിച്ചെന്നാരാ പറയുന്നത്? ഉറങ്ങുന്നത് പോലെ പുഞ്ചിരിച്ചുകൊണ്ട്. അല്ലാഹുവേ, മുഖത്തൊരു മഞ്ഞ പ്രകാശമാണല്ലോ, സൂര്യനുദിക്കുന്ന സമയത്തുണ്ടാകുന്നത് പോലെ വല്ലാതെ ഒരു പ്രകാശം ഇങ്ങനെ മുഖത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് പോകുന്ന ജനാസകൾ. അതിനാ സഹോദരാ മരണമെന്ന് പറയുന്നത്. ചിലപ്പോ ജീവിച്ചിരിക്കുമ്പോ ഗ്ലാമറില്ല, സൗന്ദര്യമില്ല, കൂടെ കടന്നവള് പോലും സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ കൂടെ കൊണ്ട് നടക്കാത്ത പെങ്ങള്, പക്ഷേ മരിച്ചു കിടക്കുന്ന ഭർത്താവിനെ നോക്കിയിട്ട് എന്റെ കാട മുഖത്തെന്ത് പ്രകാശമായിരുന്നു, എന്തൊരു ഗ്ലാമറാ.
പടച്ചവനെ, കവിളെല്ലാം ഇങ്ങനെ വല്ലാതെ പ്രകാശിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വികസിക്കുകയാ. മരിച്ചു കിടക്കുമ്പോ നോക്കണം സഹോദരാ, നല്ല മരണത്തിന്റെ അടയാളമായിട്ട് മുത്തുനബി പറഞ്ഞല്ലോ, മൂക്കിന്റെ ദ്വാരം വികസിക്കുകയാണ്. ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. എന്ത് കണ്ടട്ടാ, എന്ത് കണ്ടട്ടാ. വഅബ്ശിറൂ ബിൽ ജന്നാ. മലക്കുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. മലക്കുകൾ ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം മലക്കുകൾ ഇങ്ങനെ തലയിലെ തലോടി, ശരീരം മുഴുവനും ഇങ്ങനെ തലോടിയിട്ട് മരണവേദന സഹിക്കാൻ കഴിയാതെ കരയുന്ന മനുഷ്യന്റെ ചാരത്ത്, ആ മനുഷ്യന്റെ കണ്ണിന്റെ മുന്നിൽ സ്വർഗം കൊണ്ടുവന്നിട്ട് മലക്കുകളെ പറഞ്ഞു കൊടുക്കുകയാ. യാ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. പടച്ചവനെ, മലക്കുകളെ സ്വാഗതം പറഞ്ഞ്, മലക്കുകളെ സ്വാഗതം പറഞ്ഞ് വെറുതെ സ്വാഗതം പറയില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ വെറുതെ സ്വാഗതം പറയില്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ആ പരിശുദ്ധമായ ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേരേ ഉള്ളൂ. അള്ളാന്റെ ഖുർആൻ എടുത്തു നോക്ക്, അള്ളാന്റെ ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. 10 മണി കഴിഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്, ഞാൻ നിർത്താം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരുണ്ടോ? ഇല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരുണ്ടോ? ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് അലി ഇബ്നു അബീ താലിബ് ഇല്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏത് സഹാബിയായിരിക്കും പറയണ്ട, വീട്ടിൽ പോയിരുന്ന് കണ്ടുപിടിക്കും. വെള്ളിയാഴ്ച വരെ സമയമുണ്ട്, വെള്ളിയാഴ്ച രാത്രി വരെ സമയമുണ്ട്. അള്ളാന്റെ ഖുർആനിൽ ഒറ്റ സഹാബിയുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. ആ സഹാബി ആരാണെന്ന് കണ്ടുപിടിക്കുക. വെള്ളിയാഴ്ച ഞാൻ ചോദിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയുന്നവർക്ക് പറ, പ്രസിഡന്റ് വല്ലതും മേടിച്ചു കൊടുക്കാന്ന് പറ, അല്ല കാറ് വല്ല. ഇപ്പൊ പറയോ? ഇപ്പൊ പറഞ്ഞ അവർ സമ്മാനം വെടി കൊണ്ടതുപോലെ ഇരിക്കും. കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഇനി വേണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാന്റെ ഖുർആനിൽ സലീം ഉസ്താദെ നിങ്ങളെ തേടി വരും. ഇന്ന് നിങ്ങൾ ബാധ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് വരുന്ന ആ പേരും ചോദിച്ചോണ്ട് പറഞ്ഞു കൊടുത്തേക്കല്ലേട്ടാ. ഇൻഷാ അല്ലാഹ്. ഒരാൾക്കാരും ഉസ്താദ് ആരാണ്? അള്ളാന്റെ ഖുർആനിൽ ഒറ്റ സഹാബിയുടെ പേരേ ഉള്ളൂ, വേറെ ആരുടെയും പറഞ്ഞിട്ടില്ല. ആ സഹാബി ആരാണ് എന്ന്, ആ സഹാബി ആരാണ്, ആ സഹാബിയുടെ പേര് പറയാനുള്ള കാരണം എന്താ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വെറുതെ അല്ല പറഞ്ഞത്. ആ സഹാബിയുടെ പേര് മാത്രം ഖുർആനിൽ പറയാൻ കാരണമുണ്ട്, വെറുതെ അല്ല പറഞ്ഞത്. പറയാനുള്ള കാരണം എന്താ? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പേര് നോക്കിക്കൊള്ളണം കേട്ടോ. അപ്പൊ ഞാൻ എന്തേ പറഞ്ഞേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം, വല്ലാത്ത മരണം. അള്ളാഹുവിന്റെ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ടിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വെറുതെ സ്വാഗതം പറയോ? വെറുതെ പറയോ? ഈ ഇരിക്കണം നിങ്ങൾ ആരെങ്കിലും ഞാനിവിടെ കയറി നിന്നിട്ട് അബൂബക്കർ വലിയ മഹാനാ, വലിയ ആളാ പറയാൻ പറയോ? പറയത്തില്ല. നമ്മൾ തന്നെ പറയത്തില്ല. പിന്നെ പറയും, കയറ്റി ഇരുത്തിയിട്ട് പറയും, പായിപ്പാട് മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് വളരെ ദയാലുവാണ്, കാരുണ്യവാനാണ്, സദഖ കൊടുക്കുന്ന ആളാണ്, വലിയ കൊലകൊമ്പനാണ്. ഇരുത്തിയിട്ട് പൊക്കാനേ എഴുതാൻ പറ്റും ഇല്ലേ? അങ്ങനല്ല. അള്ളാഹുവിന്റെ മലക്കുകൾ സ്വാഗതം പറയും. അള്ളാഹുവിന്റെ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് കണ്ടു മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.